നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചാഴിയാട്ടിരിയിൽ അനധികൃതമായി പ്രവർത്തിച്ച പന്നി വളർത്തൽ കേന്ദ്രം പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് അടച്ചുപൂട്ടി. തൃശൂർ സ്വദേശിയായ സുഭാഷിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ചൊവ്വാഴ്ച തിരുമിറ്റക്കോട് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ്, പഞ്ചായത്ത് അധികൃതർ, ജനപ്രതിനിധികൾ, പോലീസ് എന്നിവരുൾപ്പെടെ സംയുക്ത യോഗം പന്നിപ്പനിയുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് നേതൃത്വത്തിൽ പന്നി ഫാമിൽ പരിശോധനയും നടന്നിരുന്നു. തുടർന്നാണ് രോഗം ബാധിച്ച പന്നികളെ നശിപ്പിക്കാനും ഫാം അടച്ചുപൂട്ടാനും തീരുമാനമെടുത്തത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം 15 പന്നികളെയും കൊന്ന് കുഴിച്ചുമൂടി പന്നി വളർത്തൽ കേന്ദ്രം അണുവിമുക്തമാക്കി. പന്നികളിൽ നിന്നും പന്നികളിലേക്ക് മാത്രം പകർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസായ ആഫ്രിക്കൻ ടൈം ഫീവർ വൈറസ് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കില്ല. നിലവിൽ യാതൊരു ആശങ്കകൾക്കും ഇടവരുത്തുന്ന സാഹചര്യമില്ലെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ ജമീല പ്രസിഡന്റായേക്കും. വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിലെ TP കേശവനാകുമെന്ന സൂചന. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡുകളിൽ 16 വാർഡുകളിലും വിജയിച്ചാണ് UDFന് തുടർഭരണം ലഭിച്ചിരിക്കുന്നത്. 13 വാർഡുകളിൽ മുസ്ലിം ലീഗും 3 സീറ്റുകളിൽ കോൺഗ്രസും വിജയിച്ചു. LDFന് 5 വാർഡുകളിലാണ് വിജയം ഉറപ്പിക്കാനായത്. ഇതിൽ CPI 1 വാർഡിൽ വിജയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ ചർച്ച പുരോഗമിക്കുകയാണ്. മുസ്ലിം ലീഗിനാണ് പ്രസിഡന്റ് സ്ഥാനം, കോൺഗ്രസിനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. 5ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച മുസ്ലിം ലീഗിലെ ജമീല വാര്യത്തൊടിയെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. 302 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ 5ാം വാർഡിൽ നിന്നും വിജയിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 1ാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ TP കേശവന്റെ പേരാണ് കേൾക്കുന്നത്. 101 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു TP കേശവന്റെ വിജയം. 2015-20 കാലഘട്ടത്തിൽ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു TP കേശവൻ. ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാത കടന്നുപോകുന്ന ആറങ്ങോട്ടുകര സെന്ററിൽ 3 മാസത്തോളമായി നവീകരണ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃത്താല PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. ആറങ്ങോട്ടുകര സെന്ററിലെ കൾവർട്ട് നിർമ്മാണവും കാന നിർമ്മാണവും പൂർത്തിയായെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള കാനകളുടെ മുകളിൽ പല ഭാഗത്തും പൂർണ്ണമായി സ്ലാബുകൾ സ്ഥാപിക്കാത്തതുകൊണ്ട് കാൽനട യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനത്തിലേക്ക് വരുന്ന കുട്ടികളടക്കമുള്ളവർക്കും അപകട സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ പ്രദേശത്തെ 1/2 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന പാത ബഹുഭൂരിഭാഗവും മെറ്റൽ പൊന്തി അപകട സാധ്യത ഉണ്ടെന്നും ഇത് സ്ഥിരമായ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. ആറങ്ങോട്ടുകര സെന്ററിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 3 മാസത്തോളമായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺവെർട്ടറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഡ്രെയിനേജിന്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കുറച്ചുകൂടി ബാലൻസ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് റോഡ് ടാറിംഗ് ഉണ്ട്. ടാറിങ് കഴിയാത്തത് കൊണ്ട് നമ്മുടെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ PWD AEക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശവും ദേശമംഗലം, വരവൂർ, തിരുമിറ്റക്കോട് എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമ പ്രദേശവുമായ ആറങ്ങോട്ടുകരയിലെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രോത്സവം ഡിസംബർ 31 മുതൽ ജനുവരി 2 വരെ 3 ദിവസങ്ങളിലായി നടക്കാനിരിക്കെ റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാവാത്തത് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാണെന്നും അതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് AK അബൂബക്കർ, കോർഡിനേറ്റർ അഷ്റഫ് ദേശമംഗലം, ജോയിന്റ് സെക്രട്ടറി PK രാമചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗം M മൊയ്തീൻ എന്നിവർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഡിസംബർ 31 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 2 അവസാനിക്കുന്ന ഉത്സവമാണ്. 10,000-കണക്ക് ജനങ്ങളും ഇവിടെ സംഗമിക്കുന്ന ഒരു കേന്ദ്രമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ. വാദ്യകലാരംഗത്തെ പ്രമുഖൻ മദ്ദള കലാകാരൻ പേരടിപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. പഞ്ചവാദ്യ സംഘത്തോടൊപ്പം മുംബൈ യാത്രക്കിടയിലാണ് അന്ത്യം. പെരിങ്ങോട് മതുപ്പുള്ളി സ്വദേശിയാണ്. വൈദ്യുതി വകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷം വാദ്യകലാരംഗത്ത് സജീവമായിരുന്നു. ചെണ്ടയിലും താളത്തിലും മദ്ദളത്തിലും ഒരേ സമയം കഴിവ് പ്രകടിപ്പിച്ച അപൂർവം കലാകാരന്മാരിൽ പ്രമുഖനായ ഉണ്ണികൃഷ്ണൻ വിവിധ പഞ്ചവാദ്യ സംഘങ്ങളോടൊപ്പം ഉത്സവവേദികളിൽ തിളങ്ങി. തൃശൂർ ചേലക്കര മാധവൻകുട്ടിയുടെ പഞ്ചവാദ്യ സംഘത്തോടൊപ്പം മഹാരാഷ്ട്രയിൽ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ച് മടങ്ങുന്നതിനിടെ ട്രെയിനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതേ ട്രെയിനിൽ ഗുജറാത്തിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന വാദ്യസംഘത്തിലെ മലയാളി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മുംബൈ പനവേൽ മലയാളി സമാജം പ്രവർത്തകരും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റെയിൽവേ പോലീസും ആരോഗ്യവകുപ്പിൻ്റെയും സഹായത്തോടെ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ആംബുലൻസിൽ നാട്ടിലെത്തിച്ചു.
വ്യാഴാഴ്ച രാവിലെ പള്ളം ശാന്തിതീരത്ത് സംസ്കാരം നടത്തി. വാദ്യകലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ആശാവർക്കറായ കുമാരിയാണ് ഭാര്യ. ദേവികൃഷ്ണ, മീരാകൃഷ്ണ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ നുഹ്റദോത്ത് യെൽദോ ക്രിസ്മസ് കരോൾ റോഡ് ഷോ ഞായറാഴ്ച നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രോപൊലിത്ത ഫ്ളാഗ് ഓഫ് ചെയ്യും. റോഡ് ഷോയിൽ കുതിരവണ്ടി, ക്രിസ്മസ് ഡോളുകൾ, മാലാഖമാർ, LED മുത്തുകുടകൾ, ബാൻസെറ്റ്, ഫ്ലാഷ് മോബ്, ടാബ്ലോ, പാപ്പാസംഘം, DJ ലൈറ്റ്, മർത്താമറിയം വനിതാ സമാജത്തിൻ്റെ മാർഗം കളി, യൂത്ത് അസോസിയേഷൻ, സൺഡേ സ്കൂൾ കുട്ടികൾ എന്നിവരുടെ വൈവിധ്യമാർന്ന പരിപാടികൾ എന്നിവ റോഡ് ഷോയുടെ ഭാഗമായി നടക്കും. പള്ളിക്കു കീഴിലുള്ള 11ഓളം കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വിശ്വാസികളും പരിപാടിയിൽ പങ്കുചേരും. ഇടവകയിലെ MPPM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പള്ളിയിൽ ഒരുക്കിയ 40 അടി ഉയരമുള്ള വലിയ ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടനവും ഞായറാഴ്ച വൈകിട്ട് നടക്കും. പള്ളി മാനേജിംഗ് കമ്മിറ്റി, റോഡ് ഷോ സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കർത്താവിൻ്റെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ച് നുഹ്റദോത്ത് യെൽദോ എന്ന രണ്ടാമത്തെ റോഡ് ഷോ 21-ാം തീയതി വൈകുന്നേരം ആരംഭിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ദേവാലയത്തിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം 6:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥന പിതാവായിരിക്കുന്ന ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. തുടർന്ന് റോഡ് ഷോ ആരംഭിക്കും. ഈ വർഷത്തെ റോഡ് ഷോയിൽ പ്രധാനമായും ക്രമീകരിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. വല്ലപ്പുഴ യത്തീംഖാനയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത കേരള ദാറുൽ ഇസ്ലാം യത്തീംഖാന വല്ലപ്പുഴയുടെ 60ാം വാർഷിക 1ാം സദ്ദാന ത്രിദിന സമ്മേളനത്തിനാണ് തുടക്കമായത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പതാക ഉയർത്തിയോടെ 60ാം വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് 60 മഹൽ പ്രസിഡന്റുമാർ 60 പതാക ഉയർത്തി. മജ്ലിസ് നൂറിന് സ്ഥാപന പ്രിൻസിപ്പൽ CP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ വാർഷികാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. സൈനുൽ ആബിദ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് ഖുദ്വി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന മുഷാവറ അംഗം K ഹൈദർ ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി യൂണിയൻ പുറത്തിറക്കിയ സുവർണി പ്രകാശനം ഉമ്മർ ഹാജി കാരക്കാട് ഏറ്റുവാങ്ങി. AM നൌഷാദ് ബാഗവി ചിറങ്കിഴ് മുഖ്യപ്രഭാഷണം നടത്തി. PK ആറ്റക്കോയത്തങ്ങൾ, ഗാസി C മുഹമ്മദ് മുസ്ലിയാർ, ഗാജ ദാരിമി, CMA കരീം, സേദൽവി ദാരിമി, PK കോയ ഹാജി, മുസ്തഫ ഫൈസി, മുഹമ്മദ് അലി അൻവരി, M വീരാൻ ഹാജി, PP വീരാൻ ഹാജി, സേദൽവി കോയത്തങ്ങൾ, ഹിദിയത്തുള്ള അൻവരി, അബ്ദുൽ ഖാദർ ദാരിമി, അഡ്വക്കേറ്റ് AM ജമാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി MES കോളേജിൽ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രൊഫസർ C അബ്ദുൽ കരീം ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കോഴ്സിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷക്ഷേമ വകുപ്പിന് കീഴിൽ നടക്കുന്ന പാത്വേ സോഷ്യൽ ലൈഫ് വെൽനസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കൂടിയാണ് ഈ കോഴ്സ് നടപ്പാക്കുന്നത്. പട്ടാമ്പി മൈനോറിറ്റി കോളേജ് സെന്റർ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ C അബ്ദുൽ കരീം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദു പതിയിൽ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ പ്രിൻസിപ്പൽ രഘുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ VP ഗീത, PTA വൈസ് പ്രസിഡന്റ് സുലൈമാൻ, കോർഡിനേറ്റർ ആമിന, IQAC കോർഡിനേറ്റർ ഫാത്തിമ അസ്നത്ത്, സബ് സെക്രട്ടറി K ലിഷ തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാരായ TK അബ്ദുൽ നാസിർ, EK മുഫീദ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂരിൽ വീട്ടിലെ അടുക്കളയിൽ മൂർഖൻ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. പെരുമണ്ണൂർ സ്വദേശി രാജുവിന്റെ വീട്ടിലെ അടുക്കളയിലാണ് പാമ്പിനെ കണ്ടത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. അടുക്കളയിലെ അടുപ്പിനുള്ളിലായിരുന്നു പാമ്പ്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. റെസ്ക്യൂ വാച്ച് സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. പിന്നീട് വനമേഖലയിൽ തുറന്നുവിട്ടു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.